ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ ബീഫ് എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി 1.5 ടീസ്പൂണ്, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടീസ്പൂണ്, ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം, നമുക്ക് ബീഫിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് അടച്ചൊരു 3 വിസിലാണ് ഞാൻ വെക്കുന്നുള്ളൂ. ഒരുപാട് വിസിൽ വെച്ചാൽ നമ്മൾ വീണ്ടും അത് വരട്ടും തോറും ഉടയും, ബീഫ് ഉടഞ്ഞുടഞ്ഞ് പോകും. അതുകൊണ്ട് ഒരു 3 വിസിൽ വെച്ചാൽ മതി. ഇപ്പോൾ 3 വിസിലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് അതിൽ, അതൊന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കൊത്തിയ തേങ്ങ, ചെറുതായി തുണ്ടായിട്ട് അരിഞ്ഞ തേങ്ങ ഒരു ചെറിയ ബൗളിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയുള്ളി അരിഞ്ഞത് ഒരു ബൗളിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി മുരിഞ്ഞൊന്നും വരണ്ട, ഒരുവിധം നന്നായി ഒന്ന് വാടിയാൽ മതി. അതിനുശേഷം നമ്മുടെ ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കൈയെടുക്കാതെ തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പൊന്നും പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണ് നമുക്ക് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യിട്ടാൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ, നല്ലൊരു ഫ്ലേവറും കൂടിയാണ്. ഏകദേശം നമ്മുടെ ബീഫൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ കൈയ്യെടുക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് സിമ്മാക്കി വെച്ചിട്ട്, നമ്മുടെ സ്റ്റൗ സിമ്മാക്കി വെച്ചിട്ട് ഇടയിലൊന്ന് ഇളക്കി കൊടുത്താലും മതി. നമുക്ക് വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ ബീഫൊക്കെ ഫ്രൈ ആയി തുടങ്ങി. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ശരി, പത്തിരിൻ്റെ കൂടെ, പൊറാട്ടൻ്റെ കൂടെയൊക്കെ പറ്റിയ നല്ലൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളി ബീഫ് ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ നല്ലതുപോലെ ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.